എല്ലാവർക്കും പഠിക്കാൻ, സാധാരണ പണ്ഡിതന്മാർക്കും മറ്റു സാമാന്യന്മാർക്കുമെല്ലാം ഈ വിദേഹത്തിനെ സംബന്ധിച്ച് വഹാബി പ്രത്യേകം നമ്മൾ പ്രതിവാദ്യ വിഷയമായ വഹാബിത്യത്തെ സംബന്ധിച്ച് പല വിധത്തിലുള്ള അവരുടെ ചോദ്യങ്ങൾക്കും മറ്റുമെല്ലാം മറുപടി പറയാനുള്ള ചില പ്രയാസങ്ങളൊക്കെ ഇവിടുത്തെ പല പണ്ഡിത സംഘടനയിൽപ്പെട്ട മഹത്തുക്കൾക്ക് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം ആ സംശയം തീർക്കപ്പെടുന്ന അവർക്കെല്ലാം ആരുടെ മുമ്പിലും വകവച്ച് ലക്ഷ്യത്തോടുകൂടെ സംസാരിക്കപ്പെടാൻ പറ്റുന്ന ഒരു പണ്ഡിതോചിതമായിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് അത് എന്ന് മാത്രമല്ല, അതിൻ്റെ ഈ സന്ദർഭത്തിൽ അതിൻ്റെ രചയിതാവിന് ഹുജ്ജത്തുൽ ഉലമാ എന്ന് ഒരു പ്രസിദ്ധ ഒരു അപരനാമം പ്രഖ്യാപിക്കണമെന്ന് സദസ്സിൽ നിന്നെന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അവരുകൾ എന്നോട് പ്രത്യേകം പറഞ്ഞതുകൊണ്ട്, പാപ്പാർക്കാണ് മക്കൾക്ക് പേര് വെക്കാനുള്ള അധികാരം പാപ്പാർക്കാണുള്ളത്, രക്ഷിതാക്കന്മാർക്കാണുള്ളത്. അതുകൊണ്ട് ആ മഹത്തായിരിക്കുന്ന ഒരു നാമം ഹുജ്ജത്തുൽ ഉലമാ എന്നൊരു പേരിൽ ഈ ശേഷം ഇനി അദ്ദേഹത്തെ അറിയപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാമം അറിയിക്കുന്ന എല്ലാ ഗൗരവത്തോടുകൂടിയും അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ഹുജ്ജത്തുൽ ഉലമാ ആയിക്കൊണ്ട് എല്ലാ പണ്ഡിതന്മാർക്കും ഒരു ലക്ഷ്യമായിക്കൊണ്ട് അല്ലാഹു തആല അദ്ദേഹത്തെ ഉയർത്തട്ടെ, അയാളുടെ സ്ഥാനങ്ങൾ അല്ലാഹു ഉയർത്തട്ടെ. അയാൾക്ക് ആയുസ്സും ആരോഗ്യം ദീനുൽ സാധാരണക്കാർക്കും പണ്ഡിതന്മാർക്കും പഠിക്കപ്പെടാനും അർഹതമായിരിക്കുന്ന ഇത്തരം പുസ്തകങ്ങൾ ഇനിയും അദ്ദേഹത്തിൽ നിന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കപ്പെടാതെ അല്ലാഹു അദ്ദേഹത്തിന് അതിന് തൗഫീഖ് നൽകി കൊടുക്കുവാറാവട്ടെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.